രാജ്യവിരുദ്ധ കലാപത്തെ നേരിടാൻ ജന്തർ മന്ദറിലേക്ക് പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത ഹിന്ദു രക്ഷാദൾ. രാജ്യവിരുദ്ധ കലാപകാരികളെ അമർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. നാളെ ജന്തർ മന്ദറിൽ വമ്പൻ സമ്മേളനം നടക്കും. യൂത്ത് സ്റ്റാൻഡ് ഫോർ സൊസൈറ്റി എന്ന സംഘടനയും നാളെ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദേശീയവാദികൾ ഈ പാറ്റാ പാർട്ടി രാജ്യതലസ്ഥാനത്ത് കാണിക്കുന്ന അക്രമങ്ങളിൽ വലിയ അസ്വസ്ഥരാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളുമായി തന്നെയാണ് ഹിന്ദു രക്ഷാദൾ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ശ്രീകാന്ത്, ഈ ഹിന്ദു രക്ഷാദളിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഒരു സമര പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് നാളെ ജന്തർ മന്ദറിലേക്ക് പ്രക്ഷോഭം നടത്തും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനൊരു കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് CP-യിലെ കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിറിന് നേർക്ക് ഈ ജിഹാദി സംഘം ഈ പാറ്റ സമരത്തിന്റെ മറവിൽ, പാറ്റ കലാപത്തിന്റെ മറവിൽ കല്ലെറിയുകയും ക്ഷേത്രം കത്തിക്കാൻ ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഈ സമരം നടക്കാൻ പോകുന്നത്, പ്രക്ഷോഭം നടക്കാൻ പോകുന്നത്. ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാറ്റാക്കൂട്ടത്തിനിടയിലേക്ക് തങ്ങൾ എത്തും എന്നാണ് അവർ പറഞ്ഞത്. എല്ലാവരും ഇറങ്ങാൻ, സനാതനധർമ്മ വിശ്വാസികൾ മുഴുവൻ ഇറങ്ങാൻ അവരുടെ ആഹ്വാനവും എത്തിക്കഴിഞ്ഞു. വിശേഷം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ആഹ്വാനം എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ പിരിമുറുക്കം ഈ ആഹ്വാനത്തോടുകൂടി വന്നിട്ടുണ്ട്. ഈ ദേശവിരുദ്ധ സംവിധാനത്തിനെതിരെ, കലാപകാരികൾക്കെതിരെ ദേശസ്നേഹികൾ ഒന്നിക്കുന്ന ആദ്യ പ്രതിഷേധം എന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് CP-യിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ. ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ അവിടേക്ക് കല്ലെറിയുകയാണ് ഉണ്ടായത്. കല്ലെറിയുകയും ആ ക്ഷേത്രത്തിൽ തീ വയ്ക്കാൻ ശ്രമം നടക്കുകയും ചെയ്തു. അതിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയ കലാപകാരികൾ സനാതന ധർമ്മത്തെയും ഭഗവാൻ ശ്രീരാമനെയും അവിടെ അപമാനിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പരസ്യമായി ഹിന്ദു വിരുദ്ധ കലാപമായി ഇത് മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം. മറ്റൊന്ന്, ജന്തർ മന്ദറിലേക്ക് കൂടുതൽ സംഘടനകൾ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂത്ത് സ്റ്റാൻഡ് ഫോർ സൊസൈറ്റി എന്ന സംഘടനയും നാളെ പ്രതിഷേധ മാർച്ച് നടത്തും എന്ന് അറിയിച്ചു. അവർ സമയം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഹിന്ദു രക്ഷാദളിന്റെ പ്രതിഷേധം കഴിയുന്ന മുറയ്ക്കായിരിക്കും ഇവരുടെ മാർച്ച് നടക്കാൻ പോകുന്നത്. അതായത് കലുഷിതമാകാൻ പോകുന്നു ഈ ഡൽഹിയിലെ ഈ പ്രക്ഷോഭം. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ കലാപകാരികളുടെ നേതാവ് ഭീഷണിയുടെ സ്വരവുമായി രംഗത്ത് വരികയാണ്. സൗരവ് ദാസ് എന്ന അവരുടെ വക്താവ് ഈ ഖലിസ്ഥാനി കർഷക സംഘടന, ഖലിസ്ഥാൻ ഭീകരരുടെ പിന്തുണയുള്ള കർഷക സംഘടന ഈ ഡൽഹിയിലേക്ക് വരാൻ പോകുന്നു എന്ന ഒരു പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ടാണ് ഭീഷണി. പഞ്ചാബിൽ നിന്നും ഖലിസ്ഥാനികൾ ജന്തർ മന്ദർ കലാപകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായാണ് ഇയാളുടെ അവകാശവാദം. സമയം പോകുന്നു എന്നും ആവശ്യങ്ങളിൽ എത്രയും വേഗം തീരുമാനമെടുക്കാനും ഇയാൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു വേദിയിൽ കയറി നിന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഡൽഹിയിൽ വൻ കലാപത്തിനാണ് ഈ പാറ്റ കലാപകാരികൾ കോപ്പുകൂട്ടുന്നത് എന്ന് ഇതോടെ വ്യക്തമാകുന്നു. അക്രമം ഉണ്ടാകുമെന്ന ഭീഷണി മുൻനിർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് നീക്കം നടക്കുന്നത്. അതായത് സർക്കാരും കടുപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കളി കൈവിട്ടു പോകുന്നു. പാറ്റ കലാപകാരികൾക്ക് മറുപടി നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, വ്യക്തമാണ്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.